ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാഹുൽ ആ രാത്രി തന്നെ രൂപയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. രൂപ വാതിൽ തുറന്ന് രാഹുലിനെ കാണുമ്പോൾ തന്നെ ദേഷ്യത്തോടു കൂടിയുള്ള മുഖം പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് കയറിയ രൂപ നമ്മുടെ രാഹുലിനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടാ പെട്ടെന്ന് തന്നെ കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഫോണിലൂടെ പറഞ്ഞാൽ മതിയായിരുന്നു, എങ്കിലും നേരിട്ട് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് അതെ സരയു അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ്, അവൾക്ക് നല്ല പെയിനുണ്ട്, എന്തായാലും ഡെലിവറി നടക്കുമെന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ രൂപ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ആ സമയത്ത് ഏട്ടൻ എന്താ പറഞ്ഞു വരുന്നത്, അതിന് എനിക്ക് നിൻ്റെ ഒരു ഉപകാരം വേണം, നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണമെന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് ജനിക്കാൻ പാടില്ല, ആ കുഞ്ഞിനെ ജനിച്ചു കഴിഞ്ഞാലും ആ കുഞ്ഞിനെ സരയുവിന് കിട്ടരുത്, അത് ഉടനെ തന്നെ മരണപ്പെടണം എന്നിങ്ങനെ ആവശ്യപ്പെടുക. നിന്റെ പരിചയത്തിലുള്ളതല്ലേ ആ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ്, അതുകൊണ്ട് നീ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവുമെന്ന് പറയാണ്. അപ്പോൾ രൂപയ്ക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, എനിക്കറിയാം നിനക്ക് കുഞ്ഞുങ്ങളോട് ഒരുപാട് താല്പര്യമാണ്, കുഞ്ഞുങ്ങളുടെ ദ്രോഹിക്കുന്നതൊന്നും നിനക്ക് ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം, എങ്കിലും എന്നെ ഈ ഒരു കാര്യത്തിൽ നീ ഒന്ന് സഹായിക്കണം രൂപയെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ സഹായിക്കില്ല എന്ന് ഉറച്ച് പറയുകയാണ് രൂപ. രൂപേ അങ്ങനെ പറയരുത്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്, ഈ കുഞ്ഞ് നമുക്ക് അതിനൊരു തടസ്സമാകും, അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ നമുക്ക് ഇല്ലാതാക്കണം, നീ എൻ്റെ കൂടെ നിൽക്കണം, ഈ കാര്യത്തിൽ ഞാൻ ഏട്ടൻ്റെ കൂടെ നിൽക്കില്ല, മറ്റെന്തും വേണമെങ്കിലും പറയാമെന്ന് രൂപ പറയുമ്പോൾ മറ്റൊന്നും എനിക്കിപ്പോൾ ആവശ്യമില്ല, എനിക്ക് ഇതാണ് ആവശ്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി എന്നെ ചതിക്കുകയാണോ, എല്ലാവരും എന്നെ എതിർത്ത് നിൽക്കുകയാണോ, നിനക്കറിയാവുന്നതല്ലേ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സ്വഭാവമൊക്കെ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആവശ്യപ്പെടുന്നത് എന്ന് പറയുമ്പോൾ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സ്വഭാവം അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് അത് പുറത്തേക്ക് വരുമ്പോൾ ആ അമ്മ അനുഭവിക്കുന്ന വേദന, അതുപോലെ തന്നെ ആ കുഞ്ഞ് നഷ്ടപ്പെടുമ്പോൾ സരവിനുണ്ടാകുന്ന വേദനയും കാര്യങ്ങളും ഏട്ടൻ എന്താ ആലോചിക്കാത്തതെന്ന് പറയുന്നുണ്ട്. അപ്പം ആ സമയത്ത് വേദന ഉണ്ടെങ്കിലും അതിനെ തുടർന്ന് വളർത്തേണ്ടി, പിന്നെ ഇവൻ്റെ സ്വഭാവമൊക്കെ അറിയുമ്പോഴുണ്ടാകുന്ന വേദന അത്രയും അതുണ്ടാകില്ല എന്ന് രാഹുൽ പറയുമ്പോൾ എന്ത് പറഞ്ഞാലും ഏട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അതനുസരിക്കില്ല എന്ന് രൂപ പറയുന്നുണ്ട്. എന്നാൽ ശരി, ഞാൻ എൻ്റെ വഴിക്ക് നോക്കിക്കോളാം, നീ എന്തായാലും അവിടെ ഇരുന്നൊന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി രാഹുൽ അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണിയും കിരണും അതിരാവിലെ തന്നെ ജോഗിങ്ങിന് പോവാണ്. അപ്പോൾ ആ സമയത്ത് വഴിയരികിൽ കാറ് നിർത്തിയിട്ടിട്ട് രൂപ കാറിനോട് ചേർന്ന് നിൽക്കുകയാണ്. ഇവരെ കാത്തു നിൽക്കുന്നത് പോലെ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ കല്യാണി കുറച്ച് ദൂരം ഓടിയിട്ട് പറയാണ്, ദേ കിരണേട്ട അത് ആരാ നിൽക്കുന്നതെന്ന് നോക്കിയേ എന്ന് പറയുമ്പോൾ അമ്മയാണല്ലോ. അങ്ങനെ അവർ വേഗം അമ്മയ്ക്ക് അരികിലേക്ക് വരികയാണ്. എന്താ അമ്മ ഇപ്പം രാവിലെ നടത്തൊന്നുമില്ലേ എന്ന് ചോദിക്കുകയാണ്. മോനെ രാവിലെ നല്ല മഞ്ഞല്ലേ, അതുകൊണ്ട് ഞാനിപ്പോൾ നടക്കാറില്ല എന്ന് പറയുന്നുണ്ട്. രാവിലെ നടന്നില്ലെങ്കിലും അമ്മയ്ക്ക് വൈകിട്ട് നടന്നൂടെ, നടക്കാതിരിക്കേണ്ട അമ്മയെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ശരി, ഞാൻ അതിനല്ല ഇപ്പോൾ വന്നത്, ഞാൻ വേറൊരു കാര്യത്തിനാണ്. അപ്പുറത്തെ സരയുവിന് പ്രസവവേദന വന്നിട്ട് കൊണ്ടുപോയി, അപ്പോൾ പ്രസവം നടക്കും അമ്മയെന്ന് ചോദിക്കുകയാണ്. 8.5 മാസമായല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ മാസം തികയാതെയാണെങ്കിൽ അവൾ ഒരു പക്ഷെ പ്രസവിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അയാൾ എന്നെ വന്ന് കണ്ടായിരുന്നു, ആ കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടതെന്ന് പറയുമ്പോൾ കുഞ്ഞിനെ ഇല്ലാതാക്കാനോ, അതെ അയാൾക്ക് അറിയാലോ മരുമകൻ്റെ സ്വഭാവം, അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഞാൻ സഹായിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു, പക്ഷെ ഞാൻ അതിന് കൂട്ടുനിന്നില്ല എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അയാൾക്ക് എന്നെ ഭയങ്കര ഇപ്പോൾ ചെറിയൊരു നീരസമൊക്കെ ഉണ്ട് എന്നോട്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ എന്നെ ചെറിയൊരു സംശയത്തിൻ്റെ നിഴലിലാണ് അയാൾ കാണുന്നത് എന്നൊക്കെ രൂപ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരിക്കലും ആ കുഞ്ഞ് മരിക്കാൻ പാടില്ല, ആ കുഞ്ഞ് എന്ത് പിഴച്ചു, ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു, എന്തായാലും അവൻ്റെ കുഞ്ഞാണെന്നുള്ളൊരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, ആ കുഞ്ഞ് ജനിക്കണം, അവൾ ചെയ്തതിനൊക്കെ മറുപടിയായിട്ട് ആ കുഞ്ഞ് അവളുടെ കൂടെ തന്നെ ഉണ്ടാകണം, അയാൾ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ കുഞ്ഞിനെ നശിപ്പിക്കാതിരിക്കാൻ നോക്കണം എന്നിങ്ങനെ കിരൺ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഷാരിയും അതുപോലെ മനോഹറും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷാരി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ അമ്മേ എന്താവും എന്ന് ചോദിക്കുമ്പോൾ ഡെലിവറി നടക്കും അമ്മേ എന്ന് ചോദിക്കുകയാണ്. അപ്പം മിക്കവാറും നടക്കും മോനെ, അത്രയ്ക്ക് പെയിൻ ഉണ്ട് അവൾക്ക് എന്ന് പറയാണ്. ആ സമയത്ത് ഇവിടെ വേറൊരാളും കൂടിയുണ്ട് ഈ ഹോസ്പിറ്റലിൽ, അതാരാണെന്ന് ചോദിക്കുകയാണ് ഷാരി. അപ്പോൾ ആ സമയത്ത് അമ്മ തലയ്ക്കന്ന് അടി കിട്ടിയിട്ട് വീണില്ലേ ഒരു താര എന്ന് പറയുന്ന സ്ത്രീ, അവരാണ് ഇവിടെ ഉള്ളത് എന്ന് പറയുമ്പോൾ ഷാരി ഒന്ന് ഞെട്ടുന്നുണ്ട്. അവൾ ഡിസ്ചാർജ് ആയി പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതൊന്നും അറിയില്ല, എന്തായാലും ഞാനിടയിൽ അന്വേഷിച്ചപ്പോൾ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത് എന്ന് പറയുന്നുണ്ട്.
ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലേബർ റൂമിൽ നിന്ന് ഡോക്ടർ വരികയാണ്. അപ്പോൾ ശാരിയും മനോഹർ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. എന്തായി എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും ഇന്ന് തന്നെ ഡെലിവറി നടക്കും, അത് ഉറപ്പാണ്. പിന്നെ 2 മണിക്കൂർ അതിനുള്ളിൽ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് തീരുമാനിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാം എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ ശാരി ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ശാരി പറയുന്നുണ്ട്, എന്തായാലും ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണ്ടായിരുന്നു മോനെ എന്ന് പറയുമ്പോൾ അതെന്ത് വർത്താനം അമ്മ പറയുന്നത്, അവളുടെ വേദന കണ്ടില്ല അമ്മ, അപ്പം അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കല്ലേ കൊണ്ടുവരേണ്ടത്, അല്ല ആ താര ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോഴും അതൊന്നും കുഴപ്പമില്ല, ഇത് നല്ലൊരു ഹോസ്പിറ്റലാണ്, എന്തായാലും നമ്മുടെ സരയു ഇരിക്കണമല്ലോ കുഞ്ഞും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് മനോഹർ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ ഭാര്യമാർ പലരും കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട്, ആ സമയത്ത് ഞാൻ അവിടെയൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ അവിടെ നിന്ന് മുങ്ങുകയാണ് ചെയ്തത്, പക്ഷേ ഇവിടെ അങ്ങനെ ആവില്ലല്ലോ, ചരിത്രം തിരുത്തി കുറിക്കുകയാണല്ലോ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ കരുതുന്നുണ്ട് മനോഹർ. അതിനുശേഷം കാണിക്കുന്നത് ഡോക്ടർ അരികിലേക്കായിട്ട് രാഹുൽ വരികയാണ് ഡോക്ടർ മുറിയിലേക്ക്. അപ്പോൾ സാറ് വന്നിരിക്കുക എന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഡെലിവറി നടക്കും എന്ന് പറയുമ്പോൾ രാഹുലിൻ്റെ മുഖം പോവുകയാണ്. അപ്പോൾ എന്താ സാറിനൊരു ടെൻഷൻ പോലെ അത് പറഞ്ഞപ്പോൾ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ, ഡോക്ടറെ ഞാനൊരു കാര്യം പറയാം, എൻ്റെ മകൾക്കും എൻ്റെ ഭാര്യയ്ക്കും അറിയാത്തൊരു സത്യമാണത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന ആയുസിൻ്റെ മുന്നിൽ നിൽക്കുന്ന എൻ്റെ മരുമകനുണ്ടല്ലോ, അവൻ ആള് അത്ര ശരിയൊന്നുമല്ല, നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുകയാണ് ഡോക്ടർ. അപ്പോൾ പറയുന്നുണ്ട്, അവന് ഇതിന് മുന്നും ഒരുപാട് പെണ്ണുങ്ങൾ കല്യാണം കഴിച്ച് നടക്കുന്ന ഒരാളാണ്, ഇതിന് മുന്നേ ഒരുപാട് കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അപ്പം നിങ്ങളിതൊന്നും ആലോചിക്കാതെയാണോ മകൾക്ക് പെണ്ണാലോചിച്ചത്, കല്യാണം കഴിച്ചു കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ ആ സമയത്തൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു, പിന്നീടാണ് സത്യങ്ങളെല്ലാം മനസ്സിലായത് എന്ന് രാഹുൽ പറയുമ്പോൾ, ഇപ്പം ഞാൻ എന്ത് വേണമെന്നാണ് ഈ പറയുന്നത് എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളുടെ കുഞ്ഞിന്, എൻ്റെ മകൾക്ക് അതൊരു വേദനയായിരിക്കും, എൻ്റെ മകൾ ഇതുവരെയും സത്യം അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങളുടെ മകളോടും അതുപോലെ തന്നെ ഭാര്യയോടും സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞാൽ പോരെ, അപ്പോൾ പ്രശ്നങ്ങൾ തീർന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് പറയാൻ എനിക്ക് പറ്റില്ല, അത് വേറെ കുറച്ച് കാരണങ്ങളുണ്ട്, അത് ഡോക്ടറോട് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയാണ്. അതുകൊണ്ട് എന്നെ സഹായിക്കണം, അപ്പോൾ ആ കുഞ്ഞ് പുറത്തേക്ക് ജീവനോട് കൂടി വരരുത്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ അധിക സമയം അത് ജീവനോട് ഉണ്ടാകരുത്, അങ്ങനെ ഒരു സഹായം എനിക്ക് ചെയ്തു തരണം. നിങ്ങൾ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായി, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അതൊക്കെ എൻ്റെ എത്തിക്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണെന്ന് പറയുമ്പോൾ അതൊന്നും സാരില്ല ഡോക്ടർ, എങ്ങനെയെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യണം, ഞാനൊരു 10-15 ലക്ഷം രൂപ ഞാൻ ഡോക്ടർക്ക് തരാം എന്ന് പറയുന്നതോടുകൂടി ഡോക്ടർ ആകെ ഇതുവരെയും പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരുത്തി പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ നോക്കാം, ഉറപ്പൊന്നുമില്ല എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ പൈസ വേണമെങ്കിൽ ഞാൻ ഡോക്ടർക്ക് തരാം, എങ്ങനെയെങ്കിലും ആ കുഞ്ഞിന് പുറത്തേക്ക് വരുമ്പോൾ ജീവൻ ഉണ്ടാവരുത്, എൻ്റെ മോൾക്ക് അതൊരു ബാധ്യതയായിരിക്കും, അതുകൊണ്ടാണ്, അവൻ്റെ സ്വഭാവം അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് താങ്ങാനാവില്ല എന്ന് പറയുമ്പോൾ ശരി എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം, കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കട്ടെ, അപ്പോൾ 15 ലക്ഷം അതിൽ കൂടുതൽ വേണമെങ്കിൽ തരാം, ഉറപ്പിക്കാലേ എന്ന് പറഞ്ഞിട്ട് രാഹുൽ ശരി എന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. ഡോക്ടർ അതിന് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണെങ്കിൽ ശാരിയെയും അതുപോലെ മനോഹരനെയും വീണ്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ മോൻ ഇന്നലെ വന്നതല്ലേ രാത്രി, ഉറങ്ങിയിട്ടില്ലല്ലോ, ഭക്ഷണവും കഴിച്ചില്ല, മോനൊരു കാര്യം ചെയ്യും, വീട്ടിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വായോ എന്ന് പറയുമ്പോൾ, അയ്യോ സരയു അതിൻ്റെ ഇടയിൽ പ്രസവിച്ചാൽ ആ സമയത്ത് ഞാനിവിടെ വേണ്ടേ അമ്മേ എന്ന് ചോദിക്കുകയാണ് മനോഹർ. അപ്പം പറയുന്നുണ്ട്, അത് ശരിയാണ്, പക്ഷേ മോൻ എന്നാ ചെന്ന് വേഗം വായോ, അവിടെ ഒരാളുണ്ടല്ലോ ഇവളുടെ അച്ഛൻ, അയാളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുകയെന്ന് പറയാണ്. എന്നാലും വല്ലാത്തൊരു മനസ്സ് തന്നെ, മോളെ ഇന്നലെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്, ഇതുവരെയും ഒന്ന് വിളിച്ചു ചോദിക്കുക അതുപോലെ ഇങ്ങോട്ടൊന്ന് വരികയോ ചെയ്തില്ലല്ലോ, എന്തൊരു സ്നേഹമായിരുന്നു മോളോടൊക്കെ ആദിക്ക്, ഇപ്പം അങ്ങനെയല്ല, കുറച്ച് കാലമായിട്ട് ഇങ്ങനെയൊക്കെയാണ് എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവിടേക്ക് രാഹുൽ വരുന്നത് കാണുന്നത്. അപ്പോൾ നമ്മുടെ മനോഹർ പറയുന്നുണ്ട്, അത്ര സ്നേഹക്കുറവൊന്നും ഇല്ല അമ്മേ, ദേ നോക്കി ആരാ വരുന്നതെന്ന്. അങ്ങനെ നോക്കുമ്പോൾ രാഹുൽ വരികയാണ്. അപ്പോൾ ശാരി ചോദിക്കുന്നുണ്ട്, ഇത്രയും നേരമായിട്ട് നിങ്ങൾ എവിടെയായിരുന്നു, നിങ്ങളുടെ മോളെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക്, ഒരു ഫോൺ വിളിച്ചൊന്ന് ചോദിക്കുക പോലും ചെയ്തില്ലല്ലോ എന്ന് പരാതി പറയുമ്പോൾ രാഹുൽ പറയുന്നത്, ഞാൻ ഡോക്ടറെ കണ്ടിട്ടാണ് വരുന്നത്, ഡോക്ടർ പറഞ്ഞു ഡെലിവറി ഇപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ, ഓ അത് ശരി, അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ടാണ് വരുന്നതല്ലേ, എന്നാലും നിങ്ങളെ ഈ മോളെ എന്തോരം സ്നേഹിച്ചതാണ്. ഇടയ്ക്ക് സരൈമോളെ ഞാൻ കാണാൻ ചെന്നപ്പോൾ അച്ഛൻ പുറത്തുണ്ടോ, അച്ഛൻ വന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉണ്ട്, പുറത്തുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം ഈ ഒരു അവസ്ഥയിൽ അവൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾക്കത് അവളുടെ ആരോഗ്യനിലയ്ക്ക് പ്രശ്നം വരും, അതുകൊണ്ട് ഞാൻ നുണ പറയുകയാണ് ചെയ്തത് എന്നിങ്ങനെ പറയുന്നുണ്ട്. രാഹുൽ മനോഹറിനെ മാറ്റി നിർത്തുമ്പോൾ തന്നെ മനോഹർ പറയുകയാണ്, എന്നെ മാറ്റി നിർത്തിയിട്ട് എന്താണ് പറയാനുള്ളതെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ, നിനക്കറിയാലോ കാര്യങ്ങളൊക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് ജീവനോടുകൂടി പുറത്തേക്ക് വരാൻ പാടില്ല എന്ന് പറയുന്നു.
അതിനിപ്പോൾ ഞാൻ എന്താ വേണ്ടത്? എടാ എൻ്റെ മകള് നിന്നെ എന്തൊരു ജീവന് തുല്യമാണടാ സ്നേഹിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ ഭാര്യമാരെയും അങ്ങനെ തന്നെയാണ് സ്നേഹിക്കുന്നത്. അതിന് ഞാൻ അങ്ങോട്ട് നല്ല സ്നേഹം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്നെ പറ്റി പലപ്പോഴും കുറ്റം പറയുമ്പോൾ സരയു അതിന് സമ്മതിക്കാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ അവരെ അങ്ങനെയാണ് നോക്കുന്നത്, അതുകൊണ്ടാണെന്നൊക്കെ പറയാണ്. അപ്പം ആ സമയത്ത് ഈ നാട്ടിൽ ഒരുപാട് സ്ത്രീകൾ, അതായത് ഒരുപാട് ഭാര്യമാർ എനിക്കുണ്ട്. അവരൊക്കെ കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജന്മം നൽകിയ കുഞ്ഞിനെ ഞാൻ ഉപേക്ഷിച്ച് പോയെങ്കിലും അവർ രണ്ടാമത് കല്യാണം കഴിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് രണ്ടാനച്ഛന് നൽകിയിട്ടുമുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഇതെന്തായാലും ഇത് നടക്കാൻ പാടില്ല, ഈ കുഞ്ഞ് ജന്മം നൽകാൻ പാടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് രാഹുൽ വീണ്ടും. അപ്പോൾ ആ സമയത്ത് ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് മനോഹർ പറയാണ്, അതെ, ഈ ഏറ്റവും വൃത്തികെട്ട ഒരു ജന്തു എന്ന് പറയുന്നത് ആരാണെന്നറിയും? കഴുതപ്പുലി. കാരണം അത് എല്ലാ വേസ്റ്റും തിന്ന് നടക്കുന്ന ഒരു മൃഗമാണ്. ആ മൃഗത്തെ സിംഹം പോലും തിന്നാൻ മടിക്കും, കൊന്നിടും, പക്ഷെ തിന്നില്ല. അതുപോലെ ഒരു ഇതിൽക്കാണ് ഞാൻ വന്നത്. അങ്ങനെ ഒരു കുറുക്കൻ, അതായത് ഞാനായൊരു കുറുക്കൻ ആ കഴുതപ്പുലിയുടെ ഇടയിലേക്കാണ് വന്നത് എന്ന് പറയുമ്പോൾ രാഹുൽ ചോദിക്കുകയാണ്, നീ എന്നെ കഴുതപ്പുലി എന്ന് വിളിക്കണതാണോടാ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും എന്ന് പറയുന്നുണ്ട്. അവിടെ കിടക്കുന്ന സരയു ആ ശാരിയുടേതല്ലല്ലോ, അത് താരയുടെ മകളല്ലേ, അതിൻ്റെ കാരണം നീയല്ലേ, നിങ്ങളല്ലേ. പിന്നെ താര എന്ന് പറയുന്നവർ അവർ ഈ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് എന്ന് പറയുമ്പോൾ രാഹുൽ ഒന്ന് ഞെട്ടുകയാണ്. ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.